ബൈബിൾ തുറന്ന് അതിന്റെ ഉള്ളടക്ക പട്ടിക നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മുക്കാൽ ഭാഗവും പഴയ നിയമം എന്ന ഒരു ശേഖരമാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. നിങ്ങൾ പുസ്തകങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ അത് 39 ചെറിയ പുസ്തകങ്ങളാൽ രൂപീകരിച്ചതാണെന്ന് കാണുവാൻ കഴിയും. അവയെ പ്രധാന 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 5 പെന്റാറ്റുക്ക് എന്നും തുടർന്നുള്ളവയെ ചരിത്രപുസ്തകങ്ങളെന്നും പിന്നീട് കാവ്യപുസ്തകങ്ങളെന്നും അവസാനത്തവയെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെന്നും വിളിക്കുന്നു. ഇപ്പോൾ ഇത് വളരെ ലളിതമാണെന്ന് തോന്നിയേക്കാം, എന്നാൽ യഥാർത്ഥത്തിൽ ഇത് വളരെ സങ്കീർണവും രസകരവുമാണ്. പഴയ നിയമം എന്ന ഒറ്റ വാല്യത്തിലെ പുസ്തകങ്ങളുടെ ഈ ക്രമീകരണം യേശുവിനും അപ്പോസ്തലന്മാർക്കും ശേഷം വന്ന ഒരു പിൽക്കാല ക്രിസ്തീയ പാരമ്പര്യമാണ്. പുരാതന യഹൂദ്യ പാരമ്പര്യത്തിൽ ഈ എഴുത്തുകളെല്ലാം പ്രത്യേക ചുരുളുകളിൽ ഒരു ഏകീകൃത 3 വിഭാഗങ്ങളുടെ ശേഖരമായിരുന്നു. അവയെ വിളിക്കുന്നത് തനാക്ക് എന്നാണ്. ഇത് തോറയുടെ ഒരു എബ്രായ സംക്ഷേപമാണ്. ഇതിന്റെ അർത്ഥം ശിക്ഷണം എന്നാണ്. നെവീം എന്നതിന്റെ അർത്ഥം പ്രവാചകന്മാർ എന്നായിരുന്നു. കെതുവീം എന്നാൽ കൃതികൾ എന്നായിരുന്നു. തനാക്കിലും പ്രൊട്ടസ്റ്റന്റ് പഴയ നിയമത്തിലുള്ള അതേ പുസ്തകങ്ങളാണുള്ളത്, എന്നാൽ ഇവ ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. തോറ എന്നാൽ പെന്റാറ്റുക്കിനോട് അനുരൂപമായിരിക്കുന്നു. എന്നാൽ പ്രവാചകന്മാരിൽ ആദ്യമായി 4 ചരിത്ര വിവരണ പുസ്തകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. പിന്നീടുള്ള 15 കൃതികൾക്ക് ഓരോന്നിനും ഓരോ പ്രവാചകന്മാരുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് കൃതികൾ. ഇത് ഒരു കാവ്യത്തിന്റെയും ഗ്രന്ഥ വിവരണങ്ങളുടെയും വൈവിധ്യമാർന്ന ശേഖരമാണ്. ഈ 3 വിഭാഗ രൂപകൽപ്പന വളരെ പഴക്കം ചെന്നതാണ്. ഇത് പുരാതന യഹൂദ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ചാവുകടൽ ചുരുളുകൾ, ബെൻസിറാക്കിന്റെ ജ്ഞാനം എന്നിവയാണവ. നസ്രയത്തുകാരനായ യേശു പോലും ഇതിനെ പരാമർശിക്കുന്നുണ്ട്. ഇതിന്റെ കാരണം ഈ 3 വിഭാഗങ്ങളുടെ രൂപീകരണം ചുരുളുകളുടെ രചനയിൽ നെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ ചുരുളും പരാമർശങ്ങളാൽ ഏകോപിപ്പിച്ചിരിക്കുന്നു. അത് ഓരോ കൃതിയെയും വലിയ 3 വിഭാഗങ്ങളുടെ ശേഖരവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആരാണ് ഈ ചുരുളുകളെല്ലാം ഒരുമിച്ച് ചേർത്തത്? അതൊരു നീണ്ട പ്രക്രിയയായിരുന്നു. പ്രശസ്തരായ ചില സംഭാവകരുടെ പേരുകൾ മോശ അല്ലെങ്കിൽ ദാവീദ് എന്നിവയാണ്. എന്നാൽ ഭൂരിഭാഗം എഴുത്തുകാരുടെ പേരും നമുക്ക് ഇന്നും അറിയില്ല. ബൈബിളിൽ അവരെ വെറും ശാസ്ത്രിമാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ എന്ന് വിളിക്കുന്നു. ഈ ചുരുളുകൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉടനീളം പ്രവാചക ശാസ്ത്രിമാർ ശേഖരിച്ച കഥകളിലൂടെയും കാവ്യങ്ങളിലൂടെയുമാണ് രൂപപ്പെട്ടത്. അവയെ വലിയ രചനകളായി സംയോജിപ്പിച്ചു. പിന്നീട് അവസാനമായി ഇവയെ തനാക്ക് എന്ന ചുരുളുകളുടെ ഒരു ഏകീകൃത വായനശാലയായി രൂപീകരിച്ചു. ഒരു കാര്യം സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്നും വ്യക്തമാണ്. ഈ പ്രക്രിയ മുഴുവനും ദൈവാത്മാവാൽ നയിക്കപ്പെട്ടതാണെന്ന് ഈ പ്രവാചക ശാസ്ത്രിമാർ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈ മാനുഷിക വാക്കുകളിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഈ ഗ്രന്ഥങ്ങളെ അമൂല്യമായി കരുതുകയും അവയെ പഠിച്ച് ഒരു ഏകീകൃത ശേഖരമായി രൂപീകരിക്കുകയും ചെയ്തത്. ഈ പ്രക്രിയ എന്നാണ് പൂർത്തീകരിച്ചതെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. എന്നാൽ ഇത് യേശുവിന്റെ കാലഘട്ടത്തിന് മുൻപുള്ള അവസാന നൂറ്റാണ്ടുകളിൽ എപ്പോഴോ ആണ്. ഇതിന്റെ അവസാന രൂപത്തിൽ തനാക്ക് ലോകത്തെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നതായ ഇസ്രായേൽ ചരിത്രത്തിന്റെ ഒരു പ്രവാചക വ്യാഖ്യാനം നൽകുന്നു. ഒരു വീഡിയോയിൽ ഈ മുഴു സമാഹാരത്തോടും നീതി പുലർത്തുവാൻ കഴിയില്ല. എങ്കിലും ഈ ചുരുളുകൾ എന്തിനെക്കുറിച്ചുള്ളതാണെന്നുള്ള ഒരു അവലോകനത്തിന് ഇത് സഹായകമാണ്. തോറ ആരംഭിക്കുന്നത് ദൈവം ഒരു മഹത്തായ ഭൂപ്രദേശത്തെ സൃഷ്ടിച്ച് അതിനെ അനുഗ്രഹിക്കുന്നതിലൂടെയാണ്. നമ്മുടെ ആ നല്ല ലോകം. ദൈവം അതിനെ ദൈവിക സാദൃശ്യം പ്രതിഫലിക്കുന്ന ജീവിയായ മനുഷ്യന് അഥവാ എബ്രായ ഭാഷയിൽ ആദാമിന് ഭരമേൽപ്പിക്കുന്നു. ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടികളുടെ രാജാക്കന്മാരും രാജ്ഞികളുമായി ലോകത്തെ ഭരിക്കുവാൻ നിയമിക്കുന്നു. എന്നാൽ ചോദ്യം ഇതാണ്: അവർ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ ദൈവജ്ഞാനത്തിൽ ആശ്രയിക്കുമോ, അതോ സ്വയം ഭരണാവകാശം പിടിച്ചെടുത്ത് തന്നെത്താൻ നന്മയും തിന്മയും നിർവചിക്കുമോ? പക്ഷേ അവിടെ മനുഷ്യരോടൊപ്പം മറ്റൊരു ജീവി കൂടിയുണ്ട്, ഒരു നിഗൂഢമായ പാമ്പ്. ഇത് സൃഷ്ടാവിനെതിരായ മത്സരത്തിലാണ്. അത് ദൈവത്തിന്റെ മഹാമനസ്കതയ്ക്കെതിരെ മൂഢകരമായി മത്സരിക്കുവാൻ മനുഷ്യരെ കബളിപ്പിക്കുന്നു. അതിന്റെ ഫലമായി മനുഷ്യവർഗം തങ്ങളുടെ ജീവന്റെ ദൈവിക ഉറവിടത്തിൽ നിന്നും വേർതിരിയപ്പെടുകയും അനുഗ്രഹത്തിന്റെ പൂന്തോട്ടത്തിൽ നിന്നും അപകടകരമായ മരുപ്രദേശത്തേക്ക് മരിക്കുന്നതിനായി പ്രവാസികളായി പോകുകയും ചെയ്യുന്നു. അവിടെ നിന്നും മനുഷ്യവർഗം നന്മതിന്മകളെ പ്രചരിപ്പിക്കുകയും പുനർനിർവചിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വേഗത്തിൽ താഴേക്ക് പോകുന്നു. അവർ അക്രമങ്ങളും പീഡനങ്ങളും നിറഞ്ഞ പട്ടണങ്ങൾ നിർമ്മിച്ചു. അവയെല്ലാം ബാബിലോൺ എന്ന പട്ടണത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നയിക്കുന്നു. അവിടെ ജനം തങ്ങളെ തന്നെ ദൈവസ്ഥാനത്തേക്ക് ഉയർത്തുന്നു. അങ്ങനെ ഇപ്പോൾ മുഴു ബൈബിളിലെ കഥയിലുള്ള അടിസ്ഥാന സംഘർഷം തയ്യാറായി. ദൈവം മനുഷ്യനിലൂടെ തന്റെ ലോകത്തെ അനുഗ്രഹിക്കുവാനും അതിനെ ഭരിക്കുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ മനുഷ്യരാണ് പ്രശ്നം. അവർ ഇപ്പോൾ തിന്മയുടെ സ്വാധീനത്തിലാണ്. അവർ വിവേകശൂന്യരും ദീർഘവീക്ഷണമില്ലാത്തവരുമായി സ്വയനാശത്തിലേക്ക് പോകുകയാണ്. ഇതെല്ലാം ദൈവത്തിന്റെ പരിഹാരത്തിനായി
ഒരു പദ്ധതിയായിരുന്നു. നമുക്കൊരു പുതിയ മനുഷ്യവർഗം ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം ഒരു പുതിയ മനുഷ്യൻ വരുമെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. അവൻ പാമ്പിന് വഴങ്ങുകയില്ല. വാസ്തവത്തിൽ അവൻ അതിനെ തകർക്കും. ഇവിടെ നിന്ന് കഥ ഒരു വാഗ്ദത്ത തലമുറ ലഭിക്കുന്ന സ്ത്രീയിലേക്കും പുരുഷനിലേക്കും പോകുന്നു. അവർ അബ്രാഹാമും സാറയുമാണ്. 1-ാം പേജിൽ ദൈവം മനുഷ്യർക്ക് നൽകിയ അതേ ദൈവിക അനുഗ്രഹം ദൈവം ഇപ്പോൾ അവരെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് അവർ ബാബിലോൺ ഉപേക്ഷിച്ച് ഒരു പുതിയ തോട്ടത്തിന് സമാനമായതും ദൈവം തന്റെ കുടുംബത്തിന് വാഗ്ദത്തം ചെയ്തതുമായ പുതിയ ദേശത്തേക്ക് പോകുന്നു. തുടർന്നുള്ളത് അബ്രഹാമിന്റെ കുടുംബത്തിന്റെ കഥയാണ്. 3 തലമുറകൾ: അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. തുടർന്ന് 12 പുത്രന്മാർ. അവരുടെ തകർന്നതും നാശകരവുമായ കുടുംബകഥയെക്കുറിച്ച് വായിക്കുന്നതുവരെ നമ്മുടെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതാണ്. അവർ കള്ളം പറയുന്നു, വഞ്ചിക്കുന്നു, തമ്മിൽ കൊല്ലുവാൻ ശ്രമിക്കുന്നു. പിന്നെ അവരുടെ ലൈംഗിക അപവാദങ്ങളെപ്പറ്റി പറയേണ്ടതില്ല. എന്നാൽ തോട്ടത്തിന്റെ കഥയ്ക്ക് ശേഷം നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? അവരും മനുഷ്യരാണ്. അവസാനമായി അബ്രഹാമിന്റെ കുടുംബം മിസ്രൈമിൽ പ്രവാസത്തിലായി. അബ്രഹാമിന്റെ കുടുംബത്തിലെ ഈ പരാജയങ്ങളെല്ലാം കഥയിലെ ഒരുപിടി ശോഭിതമായ നിമിഷങ്ങൾക്ക് ഒരു ഇരുണ്ട പശ്ചാത്തലം നൽകുന്നു. എന്നാലും ദൈവം ഈ ജനത്തോട് വിശ്വസ്തനായിരുന്നു. അവരിലൂടെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന ഒരു ഉടമ്പടി എന്ന നിത്യവാഗ്ദത്തം പോലും അവൻ അവർക്ക് നൽകുന്നു. ഇത് കൃത്യമായി എങ്ങനെയാണെന്നത് വ്യക്തമല്ല. എന്നാൽ അവർ തങ്ങളുടെ സ്വാർത്ഥ തന്ത്രങ്ങൾ നിർത്തി സമൂലമായ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അബ്രഹാമിന്റെ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നു. ഇവിടെ നിന്നും കുടുംബം വർദ്ധിച്ചു വരുന്നു. അവർ മിസ്രൈമിലെ അടിമത്തത്തിൽപ്പെടുന്നു. തോറയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമായ മോശയെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ദൈവം അവനെ ഇസ്രായേലരെ രക്ഷിക്കുവാനും അവരെ ഒരു പർവ്വതത്തിലേക്ക് കൊണ്ടുവരുവാനും എഴുന്നേൽപ്പിച്ചു. ഈ പർവ്വതത്തിലാണ് അവർ എല്ലാവരും ദൈവവുമായുള്ള ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടത്. അവിടെ അവർക്ക് ഈ ബന്ധത്തെക്കുറിച്ചുള്ള 613 നിയമങ്ങൾ നൽകി. ഈ ലോകത്തിൽ ദൈവത്തെ വിശ്വസ്തയോടെ പ്രതിനിധീകരിക്കുന്ന പുതിയ തരം മനുഷ്യരാകാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇവ. മോശയാണ് ഈ ഇടപാടുകൾക്കെല്ലാം ഇടനിലക്കാരൻ. കാരണം അവൻ സമർത്ഥനായിരുന്നു. അവനായിരുന്നു ആത്യന്തിക പ്രവാചകൻ, ഇസ്രായേലിനോട് ദൈവവചനം സംസാരിച്ചവൻ. അവൻ ഒരു പുരോഹിതനായിരുന്നു, ദൈവമുൻപാകെ അവരെ പ്രതിനിധാനം ചെയ്യുന്നവൻ. അവനെ ഒരു രാജാവെന്നും വിളിച്ചിരുന്നു. അവശ്യ സമയങ്ങളിലെ ഇസ്രായേലിന്റെ നേതാവും വിമോചകനുമായിരുന്നു. പക്ഷേ തോറ പുരോഗമിക്കുന്തോറും ഇസ്രായേൽ വലിയ നിലയിൽ പരാജയപ്പെടുന്നു. അവർ ഉടമ്പടി ലംഘിക്കുന്നു. മോശ പോലും ദൈവത്തിനെതിരായി മത്സരിക്കുന്നു. വാസ്തവത്തിൽ തോറ അവസാനിക്കുന്നത് വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങുമ്പോൾ ഇസ്രായേലിന്റെ പരാജയം തുടരുമെന്ന് മോശ പ്രവചിച്ചുകൊണ്ടാണ്. അങ്ങനെ അവർ വീണ്ടും പ്രവാസത്തിൽ അവസാനിക്കും. എന്നാൽ ഇസ്രായേലിനെ രക്ഷിക്കുമെന്നുള്ള വാഗ്ദാനം ദൈവം നിറവേറ്റുമെന്ന് അവന് പ്രത്യാശയുണ്ട്. ഒരു ദിവസം അവൻ അവരുടെ പരാജയങ്ങളെ മറയ്ക്കും. അവൻ അവരുടെ സ്വാർത്ഥ ഹൃദയങ്ങളെ സൗഖ്യമാക്കും. അതിനാൽ അവർക്ക് വാസ്തവമായി ദൈവത്തെ സ്നേഹിച്ചു ജീവിക്കാം. അതിനുശേഷം മോശ മരിക്കുന്നു. ഇപ്പോൾ തോറയുടെ ചുരുളിലെ അവസാന വാചകം ആശ്ചര്യകരമാണ്. അവർ യഥാസമയം മുന്നോട്ട് നീങ്ങുകയും നമ്മൾ തനാക്ക് രൂപീകരിച്ച പ്രവാചക ശാസ്ത്രിമാരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നു. അവർ തങ്ങളുടെ സമയത്തിൽ നിന്ന് മോശയുടെ കഥയെ തിരിഞ്ഞുനോക്കി നമ്മളോട് പറയുന്നു, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരിക്കലും മോശയെപ്പോലുള്ള ഒരു പ്രവാചകൻ ഉയർന്നു വന്നിട്ടില്ല. അവനെപ്പോലെ മറ്റൊരു പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് വീണ്ടും വന്നെങ്കിലെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. ഇതോടുകൂടെ നാം നെവീമിലേക്ക് നീങ്ങുന്നു. ഇതിന് 2 ഉപസമാഹാരങ്ങളാണുള്ളത്. ആദ്യത്തേത് മുൻകാല പ്രവാചകന്മാർ. വാഗ്ദത്ത ദേശത്തെ ഇസ്രായേലിന്റെ കഥയെക്കുറിച്ചുള്ള 4 വിവരണങ്ങൾ. അവ പിൽക്കാല പ്രവാചകന്മാരുടെ കാഴ്ചപ്പാടിൽ നിന്ന് പറഞ്ഞതാണ്. യോശുവയുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ മഹത്തായ രീതിയിൽ ആരംഭിച്ചു. അവൻ വിജയിയാണെന്ന് നമ്മോട് പറയുന്നു. കാരണം അവൻ മോശയെപ്പോലെ തിരുവെഴുത്തുകളെ രാവും പകലും ധ്യാനിക്കുന്നവൻ ആയിരുന്നു. എന്നാൽ ഒടുവിൽ യോശുവയും പരാജയപ്പെടുന്നു. അങ്ങനെ മോശയും തോട്ടത്തിന്റെ കഥയും മുൻകൂട്ടി കണ്ടതുപോലെ ഇസ്രായേലിന്റെ ദീർഘവും അക്രമാസക്തവുമായ സ്വയനാശത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ കഥകൾ കൂടുതലായും കേന്ദ്രീകരിക്കുന്നത് ഇസ്രായേൽ രാജാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും പരാജയങ്ങളെയാണ്. എങ്ങനെയാണ് അവർ കള്ളം പറയുന്നത്, വഞ്ചിക്കുന്നത്, പരസ്പരം കൊല്ലുന്നത്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? ഇത് അടിസ്ഥാനപരമായി പൂർവികരുടെ പരാജയങ്ങളുടെ ഒരു നീണ്ടതും കൂടുതൽ ക്രൂരവുമായ പുനർദൃശ്യമാണ്. എന്നാൽ അവിടെ ചില ശോഭയുള്ള സംഭവങ്ങളുമുണ്ട്. ദൈവം മനുഷ്യവർഗത്തെ ഒരു പുതിയ മനുഷ്യനിലൂടെ അനുഗ്രഹിക്കുമെന്നുള്ള അവന്റെ ഉടമ്പടി വാഗ്ദത്തത്തെ വീണ്ടും ഉറപ്പിക്കുന്നു. അത് ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള ഒരു രാജാവായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ദാവീദ് അല്ലെങ്കിൽ ശലോമോൻ തുടങ്ങിയവരുടെ ചില കഥകൾ ലഭിക്കുന്നു. അവർ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ അവർക്കും അബ്രഹാമിനെ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ അവ ഒരിക്കലും നിലനിന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, അബ്രഹാമിന്റെ കുടുംബം അവർ ആരംഭിച്ചെടുത്ത് തന്നെ എത്തിച്ചേരുന്നു. പരാജയപ്പെടുകയും ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോകുകയും ചെയ്തു. പക്ഷേ ഓർക്കുക, ഈ കഥ മുഴുവനും പറഞ്ഞിരിക്കുന്നത് പ്രവാചകന്മാരുടെ പിൽക്കാല കാഴ്ചപ്പാടിൽ നിന്നാണ്. പ്രവാസം അവസാനമല്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ ഇസ്രായേലിന്റെ കഴിഞ്ഞുപോയ ഈ കഥകളെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്
അവരുടെ ഭാവി പ്രത്യാശയുടെ സൂചനകളായിട്ടാണ്. ദൈവം തന്റെ ജനത്തെ ബാബിലോണിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ അവൻ ആ പുതിയ രാജാവിനെ അയക്കും. അവൻ മോശയും ദാവീദും ശലോമോനും അവരുടെ നല്ല ദിവസങ്ങളിൽ ആയിരുന്നതുപോലെ ആയിരിക്കും. വാസ്തവത്തിൽ ഇതാണ് നെവീമിന്റെ രണ്ടാം ഭാഗമായ പിൽക്കാല പ്രവാചകന്മാരുടെ ഉള്ളടക്കം. 3 വലിയതും 12 ചെറിയതുമായ പുസ്തകങ്ങൾ ചില പ്രവാചകന്മാരുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ഈ മാതൃക മനഃപൂർവ്വമായി ഉൽപ്പത്തിയിലെ 3ഉം 12ഉം പൂർവികരെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ പരാജയത്തിൽ ഭാവി പ്രത്യാശയുടെ വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. ഈ പ്രവാചക ചുരുളുകൾ തോറയുടെയും പ്രവാചകന്മാരുടെയും വിവരണങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നു. അവർ കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ ജോലി മോശയെപ്പോലെ ആയിത്തീരുക എന്നതായിരുന്നു. പഴയ ഇസ്രായേലിനെ പരാജയവും അഴിമതിയും ആരോപിക്കുന്നതിനും അതുകൊണ്ട് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും കർത്താവിന്റെ നാളിനെക്കുറിച്ചും ഇത് ബാബിലോൺ തോൽവിയോടും പ്രവാസത്തോടും കൂടി അവസാനിച്ചു. എന്നാൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്തു. അവന്റെ ജനത്തെ ശുദ്ധീകരിക്കുവാനും അബ്രഹാമിനെ പോലെ വിശ്വസ്തനായിരുന്ന ഒരു പുതിയ ഇസ്രായേലിനെ പുനർനിർമ്മിക്കുവാനും അവർ ദൈവവുമായുള്ള ഒരു പുതിയ ഉടമ്പടി ബന്ധത്തിൽ വാഗ്ദത്തം ചെയ്ത ആ ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കും. അവനെ പുതിയ മോശയായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ അവനെ ദാവീദ് എന്ന പേർ വിളിച്ചു. അവനായിരിക്കും ദൈവത്തിന്റെ അനുഗ്രഹത്തെ മുഴുലോകത്തിൽ പുനഃസ്ഥാപിക്കുന്നത്. നെവീമിന്റെ ഉപസംഹാരം തോറയെപ്പോലെ തന്നെയാണ്. തനാക്കിന്റെ പ്രവാചകന്മാരുടെ കുറിപ്പുകളും ഉണ്ട്. ഇതുവരെയുള്ള കഥയെ അവർ പ്രതിഫലിപ്പിക്കുന്നു. അവർ വായനക്കാരെ മോശയെപ്പോലെയുള്ള ഒരു പ്രവാചകനെ പ്രതീക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. അവനെ അവർ ഏലിയാവ് എന്നാണ് വിളിക്കുന്നത്. തന്റെ ജനത്തെ ശുദ്ധീകരിക്കുവാനും രക്ഷിക്കുവാനുമുള്ള ഇസ്രായേലിന്റെ ദൈവത്തിന്റെ വരവ് അവൻ പ്രഖ്യാപിക്കും. ഇവിടെ നിന്നും നാം തനാക്കിന്റെ 3ാമത്തേതും അവസാനത്തേതുമായ ഭാഗത്തേക്ക് കടക്കുന്നു. കെത്തുവീം, പലതരം ചുരുളുകളുടെ ഒരു സമാഹാരം. ഓരോന്നും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തോറയുടെയും പ്രവാചകന്മാരുടെയും പ്രധാന ആശയങ്ങളുമായി തിരികെ ബന്ധിപ്പിക്കുവാനായിട്ടും പ്രതിനിർദ്ദേശങ്ങളുടെ ഒരു ചിത്രത്തിലൂടെ തുടർന്ന് അതിനെ വികസിപ്പിക്കുവാനുമാണ്. ഉദാഹരണമായി സങ്കീർത്തന ചുരുൾ ആരംഭിക്കുന്നത് തോറയുടെയും പ്രവാചകന്മാരുടെയും ആരംഭത്തെ ബന്ധിപ്പിക്കുന്ന 2 കാവ്യങ്ങൾ കൊണ്ടാണ്. ആദ്യത്തെ സങ്കീർത്തനത്തിൽ നാം ഒരു നീതിമാനെ കണ്ടുമുട്ടുന്നു. അവനെ പുതിയ യോശുവയായി വർണ്ണിക്കുന്നു. തിരുവെഴുത്തുകൾ ധ്യാനിക്കുന്ന ഒരു വിജയിയായ നേതാവ്. അവൻ മോശ വാഗ്ദത്തം ചെയ്ത രാജാവിനെ പോലെയാണ്. അവൻ ഏദൻ തോട്ടത്തിലെ നിത്യജീവവൃക്ഷം പോലെയാണ്. ഈ വർണ്ണനയെ 2ാം സങ്കീർത്തനത്തിൽ നാം തിരിച്ചറിയുന്നു. ഇത് വാഗ്ദത്ത രാജാവാകുന്നു, ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള ദൈവപുത്രൻ. അവൻ രാഷ്ട്രങ്ങളിലെ തിന്മയെ പരാജയപ്പെടുത്തി ദൈവാനുഗ്രഹത്തെ ലോകത്തിൽ പുനഃസ്ഥാപിക്കുവാൻ പോകുന്നു. തുടർന്നുള്ള സങ്കീർത്തന ചുരുളുകൾ ദൈവജനത്തെ ഈ ഭാവി പ്രത്യാശയ്ക്കായി കാത്തിരിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നു. അതിനുശേഷം ജ്ഞാനത്തിന്റെ ചുരുളുകളാണ്. തോറയുടെയും പ്രവാചകന്മാരുടെയും കഥ ഉന്നയിക്കുന്ന ഏറ്റവും പ്രയാസകരമായ ചില ചോദ്യങ്ങൾ അവർ അഭിസംബോധന ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ തോറയിലെ മോശയെപ്പോലെ തോന്നിക്കുന്നു, ശബ്ദിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക, വിശ്വസ്തതയും അനുസരണവും ഉള്ളവരായിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് സമാധാനവും വിജയവും ഉണ്ടാകും. എന്നാൽ പിന്നീട് സഭാപ്രസംഗിയും ഇയ്യോബും ഇസ്രായേലിന്റെ പ്രശ്നങ്ങൾ നിറഞ്ഞ ചരിത്രത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നു, അതെ, ഞങ്ങൾ അതിനു ശ്രമിച്ചു, എന്നാൽ അത് അത്ര ലളിതമല്ല. ഈ 3 പുസ്തകങ്ങളും ദൈവത്തിന്റെ നല്ലതും എന്നാൽ പലപ്പോഴും വിസ്മയിപ്പിക്കുന്നതുമായ ലോകത്ത് ജ്ഞാനത്തോടെ ജീവിക്കുകയെന്നാൽ എന്താണെന്നതിനെക്കുറിച്ചുള്ള അഗാധമായ സംഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്നു. തനാക്കിലെ അവസാനമായി എഴുതപ്പെട്ട 2 പുസ്തകങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ദാനിയേലിന്റെ ചുരുളുകൾ ഇസ്രായേലിന്റെ പരാജയത്തിന്റെയും കഷ്ടങ്ങളുടെയും നീണ്ട ചരിത്രത്തിലേക്ക് ലോകത്തിന്റെ പുതിയ ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെ ഒരു വിചിത്ര വാതിൽ പോലെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ദിവസം തോറയിലും പ്രവാചകന്മാരിലും വാഗ്ദത്തം ചെയ്ത ആ പുതിയ മനുഷ്യൻ എത്തിച്ചേരും. അവൻ മനുഷ്യന്റെ തിന്മയിലേക്കുള്ള മൃഗത്തെപ്പോലെയുള്ള പ്രവണത മൂലം ചവിട്ടിമെതിക്കപ്പെടുവാൻ പോകുകയാണ്. എന്നാൽ പിന്നീട് ദൈവം അവനെ നീതീകരിച്ചു ദൈവശക്തിയാൽ ലോകത്തെ ഭരിക്കുവാനായി എഴുന്നേൽപ്പിക്കും. അവസാനമായി ദിനവൃത്താന്തങ്ങളുടെ ചുരുൾ തനാക്കിന്റെ മുഴുവൻ കഥയും ആവർത്തിക്കുന്നു, ആരംഭം മുതൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവ് വരെ. ലേഖകൻ വരാൻ പോകുന്ന ഒരു പുതിയ രാജാവിനെക്കുറിച്ചുള്ള ദാവീദിനോടുള്ള വാഗ്ദത്തത്തിൽ കേന്ദ്രീകരിക്കുന്നു. അവൻ ദൈവജനത്തെ പുതിയ യെരുശലേമിൽ ഒരുമിപ്പിക്കും. ദൈവിക അനുഗ്രഹം രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ദിനവൃത്താന്ത ചുരുളുകളുടെ അവസാന വാക്യം തനാക്കിൽ നിന്നുള്ള പ്രധാന ഗ്രന്ഥങ്ങളുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നു. അവ ദൈവം കൂടെയുള്ള ഒരു ഇസ്രായേലിന്റെ വരവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങിവരവിന്റെ പ്രത്യാശയെ ജീവനോടെ നിലനിർത്തുന്നു. അവൻ പോയി പുതിയ യെരുശലേം പുനഃസ്ഥാപിക്കും. അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. തനാക്ക് അതിഗംഭീരതയോടും ഉദ്ദേശത്തോടും കൂടി രൂപീകരിച്ച പുരാതന എബ്രായ ചുരുളുകളുടെ ഒരു ശേഖരമാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിന്നുള്ള ഈ വൈവിധ്യമാർന്ന ഗ്രന്ഥങ്ങളെല്ലാം ഇസ്രായേലിനും എല്ലാ മനുഷ്യവർഗത്തിനുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടി വാഗ്ദാനത്തിന്റെ ഒരു ഏകീകൃത കഥയായിട്ടാണ് നെയ്തിരിക്കുന്നത്. ജീവിതകാലം മുഴുവനും വായിക്കുവാനും ധ്യാനിക്കുവാനുമാണ് അവ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഈ ശ്രദ്ധേയമായ മനുഷ്യവാക്കുകൾ ദൈവിക ജ്ഞാനവും ഭാവി പ്രത്യാശയും വാഗ്ദാനം ചെയ്യും.